ഉണ്ട്. പ്രിയമുള്ളവരെ, പണ്ട് കാലങ്ങളിൽ നമ്മുടെ ദൈവമക്കൾ, അപ്പച്ചന്മാര്, പെന്തക്കോസിന് അനുഭവത്തിൽ വന്നവര്, അവർ നമ്മേക്കാൾ പഠിപ്പ് കുറവുള്ളവരായിരുന്നെങ്കിലും പ്രത്യാശയുള്ളവരായിരുന്നു. അവർക്ക് മരണത്തെ ഭയമില്ലായിരുന്നു. ഇന്ന് നമ്മൾക്ക് പഠിപ്പും പണവും ഉണ്ട്, പ്രത്യാശ കുറഞ്ഞുപോയി. നമുക്ക് ബുദ്ധി കുറഞ്ഞുപോയി. ബുദ്ധി കൂടുതലുണ്ട്, പ്രത്യാശ കുറഞ്ഞുപോയി. എന്നാൽ ദൈവമക്കൾ മരണത്തെയും ജയിച്ചവർ. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ജഗാതിരി വെച്ച് എന്നെ ഉപദ്രവിച്ചു. ഈ നവംബറിൻ്റെ പിറ്റേ നവംബർ 300 പേര് കൂടി എന്നെ, ഞാൻ പ്രസംഗിച്ച് കഴിഞ്ഞിറങ്ങിയോണ്ട് എന്നെ പൂർവ്വമായി മർദ്ദിച്ചു. ഞാൻ താഴെ വീണപ്പോഴും അവരെൻ്റെ ഒരു കാല് പിടിച്ച് വലിച്ചുകൊണ്ട് പോയി വെളിയിലേക്ക്. അപ്പോൾ 10-22 പോലീസുകാരുമുണ്ട്. പോലീസുകാരെല്ലാം നോക്കി നിൽക്കുക. വലിച്ചുകൊണ്ടുപോയി, വലിച്ചഴിച്ചുകൊണ്ട്, ഒരു കാല് പിടിച്ച് വലിച്ചഴിച്ചുകൊണ്ട് കൊണ്ടുപോയി. വലിച്ചുകൊണ്ട് പോകുമ്പോഴെല്ലാം തൊഴി തന്നെയായിരുന്നു. പിന്നെ അവിടെ എന്നെ എഴുന്നേപ്പിച്ച് നിലത്തിരുത്തിയിട്ട് എന്നെ നഗ്നനാക്കാനായിട്ട് കുറച്ച് വസ്ത്രങ്ങളെല്ലാം ഊരാൻ തുടങ്ങി. എൻ്റെ സ്വെറ്റർ ഊരി, തൊപ്പി അതെല്ലാം ഊരി, പാൻറ്റ് വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഈ നെഞ്ചത്ത് ഇവിടെ ഇങ്ങനെ 4 വശത്ത് നിന്ന് തൊഴിച്ചപ്പോൾ എനിക്ക് തോന്നി ഞാൻ പ്രാണൻ പോവുകയാണ്. ഞാനിങ്ങനെ ആന്ന് വാ തുറന്നു. അത്രയും എനിക്കറിയാം. അപ്പോൾ അവർക്ക് മനസ്സിലായി ഞാൻ മരിച്ചു എന്ന്. അവിടെ ഇട്ടേച്ച് അവർ പുറകിലോട്ട് പോയി. ഏകദേശം പിന്നെ സഹോദരന്മാർ വന്നെന്നെ എടുത്തുകൊണ്ട് പോയി. അവിടെ തന്നെ ഒരു ഹാളിൽ, സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് ആരുടെ സ്കൂൾ കോമ്പൗണ്ടിലായിരുന്നു, വേലക്കാരുടെ യോഗം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ഇട്ടു. അത് കഴിഞ്ഞ് 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് എൻ്റെ നാഡിയെല്ലാം നിന്നു, ശരീരമെല്ലാം തണുത്തു. അപ്പം ദൈവം എല്ലാവരും വിചാരിച്ച് ഞാൻ മരിച്ചുപോയി. എന്നാലും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കർത്താവ് എനിക്ക് വീണ്ടും ജീവൻ തരുവാനിടയായി. അത് കഴിഞ്ഞ് ഈ IG മറ്റുള്ളവരെല്ലാം, കാരണം അന്നേരം എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ ടെലിവിഷൻ കേബിളിൽ ഇങ്ങനെ ന്യൂസ് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ക്രിസ്ത്യാനിയാക്കുന്നവനെ പിടിച്ചു, മതം മാറ്റുന്നവനെ പിടിച്ചു കണ്ടോ, അവനെ എല്ലാവരും കൂടി ഉപദ്രവിക്കുന്നു എന്ന് ലൈവായിട്ട് ടെലിവിഷൻ കവറേജ് അവർ കൊടുത്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ആളുകളങ്ങ് ഒരുപാട് കൂടി. പിന്നെ ഡൽഹിയിൽ നിന്നും ചാണ്ഡിഗറിൽ നിന്നും അവിടെ നിന്നെല്ലാം വലിയ വലിയ ഓഫീസർമാരെല്ലാം കൂടെ വന്നു. അപ്പോൾ അവർ വന്ന് എന്നോട് ചോദിച്ചു, എനിക്ക് ബോധം വന്നു കഴിഞ്ഞപ്പോൾ അവർക്കെതിരായിട്ട് ഞാൻ പറഞ്ഞു, അവരെൻ്റെ സഹോദരന്മാർ, അവരറിയാതെ എന്നെ ഉപദ്രവിച്ചാണ്, അവർക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അവർക്കായിട്ട് എതിരായിട്ട് കേസൊന്നുമില്ല. ഞാൻ പറഞ്ഞു, ഒരു കേസും ഇല്ല. ഉടനെ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എഴുതി തരണം. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും എഴുതി തരാം, ഞാനങ്ങ് സൈൻ ചെയ്തേക്കാം. ഉടനെ ഞാൻ പറഞ്ഞു, എനിക്ക് ലീഗലായിട്ട് അറിഞ്ഞുകൂടാ. അപ്പോൾ അവരെൻ്റെ സഹോദരന്മാർ, അവർ ഇത്രയും എന്നെ ക്രൂരമായി ഉപദ്രവിച്ചു. ഇപ്പോഴും എനിക്ക് ശരീരത്തിൽ വേദനയുണ്ട്, ഇതിനുമായി വേദനയുണ്ട്, ഇത്രയും ഉപദ്രവിച്ചുവെങ്കിലും എന്തിലും എനിക്ക് അന്നേരവും ഭയമില്ലാത്തതിന് എന്തുകൊണ്ടാണ്? എൻ്റെ ജീവൻ കർത്താവായ യേശു ക്രിസ്തുവിൽ നിക്ഷിപ്തമായിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇനി ഭയത്തിൻ്റെ ആവശ്യമില്ല. എത്രയോ പേർ, മുസ്ലിങ്ങൾ 15 ലക്ഷം എൻ്റെ തലയ്ക്ക് വേണ്ടി പറഞ്ഞിരിക്കുക. ഇപ്പം എത്ര വർഷങ്ങളായി, എത്ര പ്രാവശ്യം എൻ്റെ തലയ്ക്ക് വേണ്ടി 15 ലക്ഷം പറഞ്ഞു. ഞാൻ 20 പേര് തിരുവല്ല 20 പേര് ചെടി കൊണ്ടപ്പോൾ 10 ലക്ഷം പറഞ്ഞാൽ ഹിന്ദുക്കളെല്ലാം കൂടി 10 ലക്ഷം എൻ്റെ തലയ്ക്ക്, 2 ലക്ഷം രൂപ എൻ്റെ കൈക്കും. എന്നിട്ട് ഞാനൊരു ബോഡി ഗാർഡുമായിട്ട് എങ്ങും നടന്നിട്ടില്ല. കാരണം ഇന്നും എങ്ങും ബോഡി ഗാർഡായിട്ട് നടക്കുന്നില്ല. കാരണം മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോലുള്ള കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. അതുകൂടെ മരണം വന്നാൽ നമ്മൾക്ക് ഒന്നും ഭയപ്പെടാൻ ആവശ്യമില്ല. നമുക്ക് ശ്രേഷ്ഠതയുള്ളതായ ഒരു ശരീരം കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ആകയാൽ അങ്ങനെയുള്ള പ്രത്യാശ നമ്മൾക്ക് വന്നു കഴിയുമ്പോൾ മരണഭയം മുഴുവനും നമ്മളിൽ നിന്ന് മാറിപ്പോകും.